എന്താ ഒരു അദബ്, എന്തോ ഒരു ഈമാന്. അനീഫ വളപ്പിൽ. അനീഫക്ക, നിങ്ങൾക്ക് തന്നാ സ്വർഗം. ആരോടും ചോദിക്കണ്ട. ആരെങ്കിലും നിങ്ങൾക്ക് സ്വർഗം അല്ല എന്ന് പറഞ്ഞാൽ ഞാനേറ്റ അനീഫ്ക്ക. ഓ, ഇത്രയും ദീനുള്ളൊരു കുട്ടീനെ, കാക്കാന ഞാൻ ഈ പ്രദേശത്തെവിടെയും കണ്ടിട്ടില്ല. പക്ഷേ നാവ് അത്ര ശരിയല്ലെന്ന് തോന്നുന്നൊന്നുമില്ലേ? ആ, രൂപഭാവത്തിൽ തന്നെ പോരാ സ്വർഗത്തിലേക്കുള്ള വഴി. നാവുണ്ടല്ലോ, നാവ് കൊണ്ട് ഈ തെറി വിളിക്കുന്ന നേരം കൊണ്ട് ദിക്കിറങ്ങല്ലൂടി അരീഫ്ക്ക. എന്നാലല്ലേ സ്വർഗത്ത് പോകാൻ പറ്റുള്ളൂ. ഇത് ഇജ്ജാതി തെറി വിളിച്ചാലേ അവള് നരകത്ത് പോവുന്നേ. അന്നപ്പോൾ പിന്നെ വെറുതെ തൊപ്പിയും കുപ്പായവും തേച്ച് വെറുതെ ഷൊണ്ണയായി പോയിണ്ടാതിരിയായി പോവും. എന്നാലും ഉണ്ട് അനീഫ, എൻ്റെ നിപ്പും മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് സ്വർഗം നിനക്ക് മതി എന്നതിന് ശേഷം മാത്രമേ മറ്റൊരാൾക്ക് കൊടുക്കുള്ളൂ എന്നുള്ളത് ഉറപ്പായിരുന്നേ. പക്ഷേ നിൻ്റെ നാവ് കൊണ്ട് വരുന്ന ഈ അശ്ലീല വാക്കുകൾ, അത് നിനക്കൊരു ഭാര്യയാവുമോ അനീഫ? അതെന്താ ഇങ്ങനെ ചിന്തിക്കാണ്ടിരുന്നത്? അത് നിനക്ക് ഭാര്യയാവാൻ ചാൻസ് ഉണ്ട്. നാലും ഇത് ഇവിടുന്ന് പഠിച്ചിങ്ങി. ഇച്ച് നല്ല കുട്ടിയാണല്ലോ. ഓ, തൊപ്പിയൊക്കെ ഇട്ട് കുത്തിരിക്കുന്നത് കണ്ടാൽ യാ റബ്ബേ, സഹിക്കാൻ പറ്റുമോ? എന്നിട്ടെങ്ങനാ അനീഫ ഇച്ഛാതി ഇബിലീസ് കയറിയ വാക്കുകളൊക്കെ ഇങ്ങി നാവുകൊണ്ട് പറയുന്നത്? ആ, വെറുതെ എങ്ങാനാ? ഇബിലീസ് ഉണ്ടടാ നിന്റെ നാവിൻ്റെ മുകളിൽ. ഇബിലീസ് പറയിപ്പിച്ചതാണ്, ഇബിലീസ് എഴുതിപ്പിച്ചതാണ്. ആയിക്കൊണ്ട് ഇതൊന്നും ഇനിയല്ല. അതുകൊണ്ട് മാത്രം ഇങ്ങനെ രക്ഷപ്പെട്ട്. അതുകൊണ്ട് എനിക്ക് സ്വർഗം കിട്ടാൻ ചാൻസ് ഉണ്ട്. അല്ല, ഈ അനീഫനെ പോലുള്ള ആൾക്കാർക്ക് സ്വർഗത്ത് പോവുകയും ചെയ്യണം, എന്നാലോ ഈ ജാതി തെറിയിട്ട് വിളിക്കാനും പാടില്ല. അല്ല, വിളിക്കുകയും വേണം, പാടില്ല എന്നായിപ്പോയി. സ്വർഗത്തും പോകണം, ഇമാതിരി തെറിയും വിളിക്കണം. അന്നപ്പോൾ പറയുന്ന ഒരൊറ്റ വാക്കാ, അത് ഞാൻ പറഞ്ഞതല്ല, ഇബിലീസിനെ കൊണ്ട് പറയിപ്പിച്ചതാന്ന്. ഓണം പറയിപ്പിച്ചതായിരിക്കില്ലേ അനീഫ? ഇതും ഇബിലീസിൻ്റെ കൈകൾ തന്നെയാ. നിൻ്റെ കൈ കറുത്ത കൈയല്ലേ, അതല്ല, വെളുത്ത കൈ കൊണ്ട് തന്നെ ടൈപ്പ് ചെയ്തത്. ആ ഇബിലീസിൻ്റെ കൈ എന്നാ മോനെ. അതുകൊണ്ട് ഇനി സേഫാ, ഇനി സ്വർഗത്തിൽ തന്നെ. സ്വർഗത്ത് പോകാൻ കളിക്കുന്ന അനീഫ. സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പാടില്ല എന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. അതൊന്നും ആ റൂൾസിലൊന്നും ഇല്ല. ഇനി ഉപയോഗിച്ചോ. ഇനി പറ്റിയെങ്കിൽ 4 പെണ്ണുങ്ങളെ തെറിയും വിളിച്ചോ. 2 നിൻ്റെ പുരയുള്ളതിനെ വിളിച്ചിട്ട് മതി കേട്ടോ, നാട്ടിലുള്ളതിനെ വിളിക്കാൻ. ഇല്ലെങ്കിൽ എന്നെപ്പോലുള്ള ആൾക്കാർ ഇതെടുത്ത് പ്രതികരിച്ച് നാട്ടിൽ അനീഫയുടെ വെളുത്ത മുഖത്തെ അങ്ങ് കറുപ്പിച്ചാളും. ഇതിപ്പോൾ നാട്ടിലെല്ലാവരും കാണും. അനീഫ തൊപ്പിയും കുപ്പായും ഒക്കെ ഇട്ട് നിസ്കാരത്തയമ്പൊക്കെ ആയിട്ട് ദിക്കറൊക്കെ ചൊല്ലിയിട്ട് രാവിലെയും വൈകുന്നേരം ഇങ്ങനെ പള്ളിയിൽ പോകുന്ന അനീഫ ഒരു കുട്ടിയുടെ ഫേസ്ബുക്ക് പേജിൻ്റെ അകത്ത് വന്ന് കമൻ്റ് ഇട്ടത് കണ്ടോ? പടച്ചോനേം പറഞ്ഞ അടുത്ത ആമിനത്താത്തേ റസ്യത്താത്തേ ഒക്കെ ഇങ്ങനെ മൂക്കത്ത് വിരൽ വെക്കുമ്പോൾ പറഞ്ഞാൽ മതി അനീഫ, അത് ഞാനല്ല ആമിനത്താ, അത് ഇബിലീസ് ചെയ്യിച്ചതാ എന്നെ കൊണ്ട്, ഞാൻ അങ്ങനെ ചെയ്യൂല എന്ന് ആമിനത്താക്ക് അറിയൂലേ എന്നങ്ങ് ചോദിച്ചാൽ മതി. അപ്പോൾ ഈ ആമിനത്താത്തേക്ക് അങ്ങ് വിശ്വസിച്ചോളൂ കേട്ടോ അനീഫ. ആ, എന്താക്കാനാ, പാവ അനീഫ. ഏതായാലും ഓരോ ഇറക്കായത്ത് നിസ്കരിക്കുമ്പോഴും ഇബിലീസ് എൻ്റെ മനസ്സിൽ വിഷം കുത്തി നിറയ്ക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പം എനിക്ക് മനസ്സിലായോ? ഇബിലീസിൻ്റെ നല്ല ദൃഷ്ടിയുണ്ട് എൻ്റെ പേർക്ക്. നമുക്ക് ഏതെങ്കിലും പള്ളിയിൽ പോയിട്ട് മുല്യാരെ കൊണ്ടുവന്ന് ഊതിപ്പിച്ചിട്ട് കെട്ടിക്കുക, എന്നാൽ ഇബിലീസിൻ്റെ നോട്ടം നിൻ്റെ മേലേക്കുള്ളത് കുറയും. ഏതായാലും തൊപ്പിയും കുപ്പായൊക്കെ ഇട്ട് പ്രൈവറ്റാക്കി വെച്ചാലും ഫോട്ടോ എടുക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ട്. ഏതായാലും അനീഫ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇത്തരമുള്ള കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. നാട്ടിലുള്ള മാന്യതയുടെ മുഖം അങ്ങനെയെങ്കിലും എനിക്ക് വെളിച്ചത്ത് ചാടിച്ച് കൊണ്ടു തരാൻ പറ്റും എന്നുള്ള ഭയങ്കര ആത്മവിശ്വാസത്തോടെ നന്ദി നമസ്കാരം പറഞ്ഞുകൊണ്ട്
ജസ്ന സലീം. വീണ്ടും സന്ധിക്കും വരെ വണക്കം.